അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു നല്ല പകൽക്കാലം കൂടി ദൈവം നമുക്ക് ദാനമായി തന്നിരിക്കുകയാൽ ദൈവത്തെ നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം. ഒരു പുതിയ ശാബത്ത് സ്കൂൾ പാഠവുമായാണ് ദൈവകൃപയാൽ ഞാൻ ഇന്നിവിടെ ആയിരിക്കുന്നത്. ഒരു നല്ല പാഠപഠനത്തിലേക്ക് ദൈവം നമ്മെ നയിക്കട്ടെ. ഒരു നല്ല പാഠപഠനം നൽകുന്നതിന് വേണ്ടി നമുക്ക് ദൈവത്തോട് യാചിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. ഈ നല്ല സുദിനത്തിനായി അടിയങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. നാഥ, ഹല്ലേലൂയ, സ്വർഗ്ഗീയ നല്ല പിതാവേ, ബലപ്പെടുത്തണമെന്ന് യാചിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അവിടുത്തെ നാമത്തിൽ അടിയങ്ങളായിരിക്കുമ്പോൾ കർത്താവെ, അവിടുത്തെ വചനങ്ങൾ പഠിക്കുമ്പോൾ, പാഠങ്ങൾ പഠിക്കുമ്പോൾ കർത്താവെ സ്തോത്രം, അവിടുന്ന് അടിയങ്ങളോട് സംസാരിക്കണമെന്ന് യാചിക്കുന്ന പച്ച പാഠം പഠിപ്പിക്കുന്ന അടിയനെ അങ്ങയുടെ കരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്നു. അടിയുടെ ചിന്തകളോട് കൂടിയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വാക്കുകളിൽ നാവിനെ നിയന്ത്രിക്കണമെന്ന് യാചിക്കുന്ന പച്ച സ്തോത്രം. പാഠം കേൾക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപയിൽ നിറയ്ക്കണമെന്ന് യാചിക്കുന്ന പച്ച സ്തോത്രം. കേൾക്കുന്ന പാഠങ്ങളൊക്കെയും കർത്താവെ ഹൃദയത്തിൽ സംഗ്രഹിക്കുവാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച അങ്ങയെ മുൻനിർത്തി ജീവിപ്പാൻ തക്കവണ്ണം കർത്താവെ അടിയങ്ങളെ സഹായിക്കണമെന്ന് യാചിക്കുന്ന പച്ച സ്തോത്രം. കുറ്റങ്ങളും കുറവുകളും ഒക്കെയും ക്ഷമിച്ചു തന്നു കർത്താവെ അടിയങ്ങളെ അങ്ങയിൽ ജീവിപ്പാൻ, അങ്ങയ്ക്ക് വേണ്ടി ജീവിപ്പാൻ അടിയങ്ങളെ സഹായിക്കണമെന്ന് യാചിക്കുന്നു. സർവ്വവും ഞങ്ങൾക്കായി ജീവൻ വെളിഞ്ഞ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. നമുക്കിന്ന് പഠിക്കുവാനുള്ളത് രണ്ടാമത്തെ പാഠഭാഗമാണ്. രണ്ടാമത്തെ പാഠത്തിൻ്റെ പേര് കേന്ദ്ര പ്രശ്നം സ്നേഹവും സ്വാർത്ഥതയും എന്നതാണ്. അതിനായി നമുക്ക് തന്നിരിക്കുന്ന മനപ്പാഠവാക്യം ഇതാണ്: ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. യെശയ്യാവിൻ്റെ പുസ്തകം 41-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യമാണ് മനപ്പാഠവാക്യമായിട്ട് നമുക്ക് തന്നിരിക്കുന്നത്. ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. യെശയ്യാവിൻ്റെ പുസ്തകം 41-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. നാം ഇപ്പോൾ പഠിക്കുന്നത് രണ്ടാം ക്വാർട്ടറാണ്. വൻവിവാദം എന്ന പ്രധാന വിഷയത്തിൽ അധിഷ്ഠിതമായ 13-ാമത്തെ പാഠങ്ങളിൽ രണ്ടാമത്തെ പാഠമാണ് നാം പഠിക്കുന്നത്. ഈ പാഠങ്ങളിലൂടെയൊക്കെ നാം ചരിത്രത്തെ പ്രവചനം വെളിപ്പെടുത്തുന്നത് പോലെ കണ്ടെത്താൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ക്രൂശിലെ സ്നേഹവും അതിൻ്റെ ആഴവും ഉയരവും ഒക്കെ നാം ഈ പാഠങ്ങളിലൂടെ വ്യക്തമായി കാണുന്നുണ്ട്. സ്വർഗത്തിലെ കലാപം മുതലുള്ള ക്രിസ്തു സാത്താൻ സംഘർഷങ്ങളുടെ കേന്ദ്ര വിഷയങ്ങൾ നാം ഈ ക്വാർട്ടറിൽ പഠിക്കുന്നുണ്ട്. അപ്രകാരം നാം ഒന്നാം പാഠം പഠിച്ചു കഴിഞ്ഞു. സ്വർഗത്തിൽ വെച്ച് മിഖായേലും കൂട്ടരും മഹാസർപ്പത്തോട് പടവെട്ടി സ്വർഗത്തിൽ നിന്ന് മഹാസർപ്പത്തെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞതായി നാം പഠിച്ചു. മാത്രമല്ല, എല്ലാ യുദ്ധങ്ങൾക്കും പിന്നിലെ യുദ്ധം ഇന്ന് ഓരോ ഹൃദയങ്ങളിൽ നടക്കുന്നുണ്ട്. നന്മയും തിന്മയും തമ്മിലുള്ള വൻവിവാദം ഇന്ന് പെരുകി വരുന്നു. എങ്കിലും യേശുക്രിസ്തുവിന് നമ്മെക്കുറിച്ചുള്ള ഒരു വലിയ ആഗ്രഹം ഉണ്ട്. അത് മറ്റൊന്നുമല്ല, യേശുക്രിസ്തു നമ്മളെക്കുറിച്ചുള്ള ആഗ്രഹം ഇപ്രകാരം പറയുന്നു: ഞാൻ ഇരിക്കുന്ന ഇടത്ത് അവരും എന്നോടുകൂടെ ഇരിക്കണം എന്നതാണ് കർത്താവായ യേശുക്രിസ്തുവിന് നമ്മളെക്കുറിച്ചുള്ള ആഗ്രഹം എന്ന്. അങ്ങനെ നാം ഇന്ന് രണ്ടാം പാഠത്തിലേക്ക് കടക്കുന്നു. പാഠത്തിൻ്റെ പേര് കേന്ദ്ര പ്രശ്നം സ്നേഹമോ സ്വാർത്ഥതയോ. ശനിയാഴ്ചത്തെ പാഠഭാഗത്തിലേക്ക് നമുക്കൊന്ന് നോക്കാം. യെരുശലേമിൻ്റെ നാശത്തിലേക്ക് നയിക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് ആണ് ഇവിടെ ആമുഖമായി പറഞ്ഞിരിക്കുന്നത്. ഈ സംഭവങ്ങളെ ലോകാവസാനത്തെ പറ്റിയും ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനെ പറ്റിയും ബന്ധപ്പെടുത്തിയിരിക്കുന്നു എന്നും ക്രിസ്തു അവിടെ വെളിപ്പെടുത്തുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ ശിഷ്യന്മാർ യേശുവിനോടൊപ്പം ദേവാലയ പണി കാണുവാനായിട്ട് പോകുന്നു. അപ്പോൾ യേശു പറയുന്നു, ഇതെല്ലാം കാണുന്നില്ലയോ? ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ലിവിടെ ശേഷിക്കുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. തുടർന്ന് അവരിങ്ങനെ നടക്കുന്ന വഴിയിൽ ശിഷ്യന്മാർ യേശുവിനോട് മറ്റൊരു ചോദ്യം ചോദിക്കുകയാണ്. നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ അതിന് യേശു ഈ ലോകത്തിൻ്റെ അവസാനത്തിൽ നടപ്പാനിരിക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് പറഞ്ഞു കേൾപ്പിക്കുകയാണ്. ആ ശിഷ്യന്മാരോട് അവിടെ ഈ ലോകത്തിൻ്റെ അവസാനത്തിൽ നടക്കാനിരിക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ചില സംഭവങ്ങൾ ഇപ്രകാരം അവിടെ പറയുന്നു: അനേകർ എൻ്റെ പേരെടുത്തു വന്ന് പലരെയും തെറ്റിക്കും. അതായത് ലോകത്തിൻ്റെ അവസാനമാകുന്ന സമയത്ത് നടക്കാനിരിക്കുന്ന ഒരു സംഭവങ്ങളിൽ ഒന്നാണ് അനേകർ എൻ്റെ പേരെടുത്തു വന്ന് പലരെയും തെറ്റിക്കും. രണ്ടാമത്, യുദ്ധങ്ങൾ ഉണ്ടാവും, യുദ്ധശ്രുതികൾ കേൾക്കും. മൂന്നാമത്, ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. നാലാമത്, ക്ഷാമം വരും, ഭൂകമ്പങ്ങൾ ഉണ്ടാകും. അഞ്ചാമത്, ദൈവജനത്തിന് ഉപദ്രവമേൽക്കും, മരണം വരെ അല്ലെങ്കിൽ കൊല്ലൽ വരെ അവിടെ സംഭവിക്കും. ദൈവജനത്തെ ജാതികൾ പകയ്ക്കും, അധർമ്മം പെരുകും, സ്നേഹം ഇല്ലാതെയാകും.
രാജ്യത്തിൻ്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും എന്ന് കർത്താവായ യേശുക്രിസ്തു ശിഷ്യന്മാരുടെ ആ ചോദ്യത്തിന് മറുപടി കൊടുക്കും. ദൈവജനത്തെ വഞ്ചിക്കുവാനും നശിപ്പിക്കുവാനുമുള്ള സാത്താന്റെ തന്ത്രത്തിന്റെ പദ്ധതികളാണ് നാം ഇപ്പോൾ പഠിച്ചത്. ഈ പദ്ധതികളൊക്കെയും ഈ സംഭവങ്ങളൊക്കെയും വന്നു കഴിയുമ്പോൾ ലോകത്തിൽ എന്ത് ചെയ്യും? രാജ്യത്തിൻ്റെ ഈ സുവിശേഷം ലോകത്തിലൊക്കെയും നമ്മളെല്ലാവരും സാക്ഷികളായിട്ട് പ്രസംഗിക്കപ്പെടുമ്പോൾ അവസാനം വരും. ഈ സംഭവങ്ങൾ യെരുശലേമിൻ്റെ പതനവും യേശുവിൻ്റെ രണ്ടാം വരവും ലോകാവസാനവും ചേർത്ത് ആണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കുന്നത്. ഇവയെല്ലാം ദൈവജനം നേരിടുന്ന വെല്ലുവിളികളാണെങ്കിലും അതിനെ അതിജീവിക്കുവാൻ തക്കവണ്ണം ദൈവം തൻ്റെ ജനത്തെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. ഞായറാഴ്ചത്തെ പാഠഭാഗം തകർന്ന ഹൃദയമുള്ള രക്ഷകൻ. യെരുശലേം നഗരത്തിന് അഭിമുഖമായി ഒലിവ് മലയിൽ യേശു ഇരിക്കുമ്പോൾ ആ നഗരത്തെ ഓർത്ത് യേശുവിൻ്റെ ഹൃദയം തകരുന്ന ആ ഒരു സംഭവമാണ് ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്നത്. യേശു ആ യെരുശലേം നഗരത്തെ നോക്കി കാണുമ്പോൾ ഉള്ള യേശുവിൻ്റെ ആ മാനസിക അവസ്ഥയെയും യേശുവിൻ്റെ ആ സാഹചര്യത്തെ, മനസ്സിലെ ആ വിഷമത്തെയും കുറിച്ച് യോഹന്നാൻ നമ്മോട് പറയുന്നത് ഇപ്രകാരമാണ്: അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അതായത് തൻ്റെ ജനത്തെ അവരുടെ പ്രിയപ്പെട്ട നഗരത്തിൻ്റെ വരാനിരിക്കുന്ന നാശത്തിൽ നിന്നും രക്ഷിക്കുവാൻ യേശു അവന് ചെയ്യുവാൻ കഴിയുന്നതെല്ലാം ചെയ്തു. അപ്പോൾ നമ്മൾ ചിന്തിക്കും, എന്താണ് അവർക്ക് വരാനിരുന്ന നാശം എന്ന്? അത് നമുക്ക് നോക്കാം. റോമൻ സൈന്യാധിപന്റെ കാലത്ത് യെരുശലേം നഗരം നശിപ്പിക്കപ്പെട്ടു. പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും ഒക്കെ കഴുത്തറുത്ത് കൊല്ലപ്പെട്ടു. വളരെയധികം കഷ്ടത ആ ജനം നേരിട്ടു. ഈ ദുരിതങ്ങളെല്ലാം തൻ്റെ ജനം അനുഭവിക്കുമ്പോൾ യേശുവിൻ്റെ ഹൃദയം തകർന്നുപോയി, കണ്ണുകൾ നിറഞ്ഞ് തുളുമ്പിയിരുന്നു. ഈ സംഭവത്തിന് എത്രയോ നാൾ മുമ്പേ, അതായത് ഈ യെരുശലേം നഗരത്തെ നശിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ അവിടെ കഷ്ടതയും ഒക്കെ വരുന്നതിന് മുൻപേ, നൂറ്റാണ്ടുകൾക്ക് മുൻപേ അവൻ തൻ്റെ ജനത്തെ സന്ദർശിച്ചപ്പോൾ അവൻ്റെ ഊഷ്മളമായ സ്നേഹ ദയക്കെതിരെ ആ ജനം മുഖം മറച്ചതോർത്ത് ആണ് ആ ഒലിവ് മലയിലിരിക്കുമ്പോൾ യേശുവിൻ്റെ ഹൃദയം തകർന്നത്. ദൈവിക സംരക്ഷണം അവർ നിരസിച്ചതോർത്താണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കണ്ണ് തുളുമ്പിയത്. യേശു യെരുശലേം നിവാസികളെ തൻ്റെ സ്നേഹത്തിലേക്ക്, തൻ്റെ പിതാവിലേക്ക് ക്ഷണിച്ചിരുന്നതായി ബൈബിൾ വെളിപ്പെടുത്തുന്നുണ്ട്. നമുക്ക് ആ വാക്യങ്ങളിലേക്ക് നോക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം 41 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ. അവൻ നഗരത്തിന് സമീപിച്ചപ്പോൾ അതിനെ കണ്ട് അതിനെക്കുറിച്ച് കരഞ്ഞു. ഈ നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞു എങ്കിൽ കൊള്ളായിരുന്നു. ഇപ്പോഴോ അത് നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നു. നിന്റെ സന്ദർശന കാലം നീ അറിയാഞ്ഞതുകൊണ്ട് നിന്റെ ശത്രുക്കൾ നിന്റെ ചുറ്റും വാട കോരി നിന്നെ വളഞ്ഞ് നാല് പുറത്തും ഞെരുക്കി നിന്നെയും നിന്നിലുള്ള നിന്റെ മക്കളെയും നിലത്തു തള്ളിയിട്ട് നിങ്ങൾ കല്ലിന്മേൽ കല്ല് ശേഷിപ്പിക്കാതിരിക്കുന്ന കാലം നിനക്ക് വരും. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ മാത്രമല്ല, മത്തായിയുടെ സുവിശേഷത്തിലും ഇപ്രകാരം പറയുന്നു. അതിന്റെ 23-ാം അധ്യായം 37-38 വാക്യങ്ങൾ ഇപ്രകാരം യെരുശലേമിനെ പേർ ചൊല്ലി വിളിച്ചു പറയുന്നുണ്ട്. യെരുശലേമേ, യെരുശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ. അപ്പൊ യെരുശലേമിനെ കുറിച്ചുള്ള വിശേഷണമാണ് പറഞ്ഞിരിക്കുന്നത്. പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ. അതായത് പ്രവാചകന്മാർ, ഇങ്ങനെ വരാനിരിക്കുന്ന നാശത്തെക്കുറിച്ച് പറഞ്ഞു തന്നിരിക്കുന്ന പ്രവാചകന്മാരെയൊക്കെയും എന്താണ്, അവരുടെ നേരെ മുഖം തിരിച്ച് അവരെയൊക്കെ വേണ്ട, നിങ്ങൾ ഞങ്ങൾക്കതൊന്നും കേൾക്കണ്ട എന്ന് പറഞ്ഞ് മുഖം തിരിച്ചിരിക്കുന്നവളെ. കോഴി തൻ്റെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ ചേർത്ത് കൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരും. നിങ്ങളെല്ലാവരെയും എൻ്റെ ചിറകിൻ കീഴിൽ മറച്ചു പിടിച്ച് സംരക്ഷിക്കുവാൻ തക്കവണ്ണം ആ യെരുശലേം നഗരത്തിലെ നിവാസികളെ, യെരുശലേം നഗരത്തിനെ തന്നെ ചേർത്ത് പിടിച്ച് സംരക്ഷിക്കുവാൻ യേശുവിന് നല്ല മനസ്സായിരുന്നു. പക്ഷേ അത് അവര് സ്വീകരിച്ചില്ല. അതാണ് യോഹന്നാൻ പറഞ്ഞത്, അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല എന്ന്. യോഹന്നാന്റെ സുവിശേഷത്തിൽ വീണ്ടും 5-ാം അധ്യായം 40-ാമത്തെ വാക്യം പറയുന്നു, എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എൻ്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. വീണ്ടും പറയുകയാണ്, കർത്താവിന് അവരെയൊക്കെ ചേർത്തുകൊള്ളുവാൻ, അന്നത്തെ കാലത്ത് യെരുശലേം നിവാസികളെയും യെരുശലേം നഗരത്തെയും തന്നെ ചേർത്തുകൊള്ളുവാൻ കർത്താവിന് മനസ്സായിരുന്നു, എങ്കിലും നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നില്ല എന്ന് പറയുന്നു. ഇപ്രകാരം ദൈവം യെരുശലേമിനെ സ്നേഹത്തോടെ തന്നിലേക്ക് ക്ഷണിച്ചിരുന്നുവെങ്കിലും ആ നഗരവും ജനങ്ങളും അത് കൈക്കൊണ്ടില്ല. സാത്താൻ യുദ്ധം
യുദ്ധത്തിൽ ആനന്ദിക്കുന്നു. അവൻ്റെ ഉദ്ദേശം ജനങ്ങളെ വഞ്ചിക്കുകയും നശിപ്പിക്കുകയും ചെയ്തിട്ട് സകല ദുഷ്പ്രവൃത്തികളും എല്ലാം ദൈവത്തിൻ്റെ മേൽ പഴി ചാരിക്കൊണ്ട് ദൈവത്തെ കുറ്റപ്പെടുത്തുക എന്നതാണ് സാത്താൻ്റെ ഉദ്ദേശം. യെരുശലേമിൻ്റെ ഈ സംഭവം ഒരു പ്രതീകാത്മകമായി നമുക്ക് ചിന്തിച്ചാൽ, യെരുശലേം ഈ ലോകത്തിൻ്റെ പ്രതീകവും യെരുശലേം നിവാസികൾ നമ്മുടെ പ്രതീകവുമായി നാം ചിന്തിക്കുമ്പോൾ, പിതാവായ ദൈവം ഈ ലോകത്തിലേക്ക് തൻ്റെ ഏകജാതനായ പുത്രനെ മനുഷ്യരൂപത്തിൽ ദാസരൂപത്തിൽ സർവ്വതും ത്യജിച്ച് ഭൂമിയിലേക്ക് അയച്ചു. നമ്മെ യേശു സ്വന്തം സഹോദരി സഹോദരന്മാരെന്ന് പേർ ചൊല്ലി വിളിച്ചു. മത്തായി സുവിശേഷം 24 അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന അന്ത്യകാല സംഭവങ്ങൾ വരുവാനിരിക്കുന്ന ലോകത്തിൻ്റെ നാശത്തിനുള്ളതാണ് എന്ന് യേശു തിരുവചനത്തിലൂടെ ഇപ്പോഴും ഈ ലോകത്തോട് വിളിച്ചു പറയുകയാണ്. എന്നാൽ അവനെ സ്വന്തം രക്ഷിതാവായി കൈക്കൊണ്ടവരോ ചുരുക്കം പേർ മാത്രമായിരുന്നു. യേശുവിൻ്റെ ഹൃദയത്തിൽ നിന്നൊഴുകിയ സ്നേഹത്തിലൂടെ ഇന്നും ലോക ജനതയോട് അനുതപിക്കുവാൻ, തൻ്റെ കാരുണ്യക്ഷണം സ്വീകരിക്കുവാൻ യേശു അഭ്യർത്ഥിക്കുകയാണ് ഇപ്പോഴും. യേശുവിൻ്റെ ഈ അഭ്യർത്ഥന ഇന്നത്തെ ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന നമ്മോടും കൂടിയുള്ളതാണ്. സാത്താൻ്റെ ദുഷ്പ്രവൃത്തികളിൽ നിന്നും വരാനിരിക്കുന്ന നാശത്തിൽ നിന്നും രക്ഷിക്കുവാൻ യേശു നമ്മോട് ചില നിർദ്ദേശങ്ങൾ കൂടി തരുന്നുണ്ട്. അന്ന് യെരുശലേമിന് കൊടുത്തിരുന്ന അതേ നിർദ്ദേശങ്ങൾ ഇന്ന് നമുക്കും അത് ബാധകമാണ്. ഏതൊക്കെയാണ് നിർദ്ദേശങ്ങൾ നമുക്ക് നോക്കാം. മത്തായിയുടെ സുവിശേഷം 24 അധ്യായം അതിൻ്റെ 15 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതുപോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്തിൽ നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ എന്ന്. യഹൂദിയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ. വീട്ടിന്മേൽ ഇരിക്കുന്നവൻ വീട്ടിലുള്ളത് എടുക്കേണ്ടതിന് ഇറങ്ങരുത്. വയലിലുള്ളവൻ വസ്ത്രമെടുപ്പാൻ മടങ്ങിപ്പോകരുത്. ആ കാലത്ത് ഗർഭിണികൾക്കും മുല കുടിപ്പിക്കുന്നവർക്കും അയ്യോ കഷ്ടം. എന്നാൽ നിങ്ങളുടെ ഓടിപ്പോക്ക് ശീതകാലത്തിലോ ശബത്തിലോ സംഭവിപ്പാതിരിപ്പാൻ പ്രാർത്ഥിപ്പീൻ. അപ്പോൾ ദൈവജനം നേരിടാനിരിക്കുന്ന ഈ കഷ്ടത വരുമ്പോൾ, അല്ലെങ്കിൽ ലോകനാശം സംഭവിക്കുമ്പോൾ, അവനവൻ എവിടെ ആയിരിക്കുന്നുവോ അവിടെ ഇരുന്ന് പ്രാർത്ഥിപ്പീൻ എന്ന വലിയ നിർദ്ദേശമാണ് യേശു നമുക്ക് നൽകുന്നത്. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയാണ് ഏറ്റവും പ്രധാനം. നാം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഉപരിയായി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നാം പ്രാർത്ഥിപ്പാൻ കടപ്പെട്ടിരിക്കുന്നവർ അനേകരാണ്. പ്രാർത്ഥനയാൽ സാധിക്കാത്തത് ഒന്നുമില്ല. നമ്മുടെ ആവശ്യം എന്തു തന്നെയായാലും അത് നമുക്ക് ഉചിതമായത് എങ്കിൽ പ്രാർത്ഥനയ്ക്ക് ശേഷം നാം വിശ്വസിക്കുക, നമുക്ക് ദൈവം അത് തന്നു എന്ന് വിശ്വസിക്കുക എന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. അത് ഉചിതമായത് എങ്കിൽ തക്ക സമയത്ത് ദൈവം നമുക്ക് തരുമെന്നും നാം വിശ്വസിക്കുക. ഉദാഹരണമായിട്ട് ഇയ്യോബിനെ നമുക്ക് നോക്കാം. ഇയ്യോബ് അത്രയും കഷ്ടത അനുഭവിച്ചു. എങ്കിലും ഇയ്യോബ് ഒരിക്കലും പ്രാർത്ഥനയെ കൈവിട്ടതുമില്ല, കർത്താവായ ദൈവത്തെ തള്ളിപ്പറഞ്ഞതുമില്ല. ഇയ്യോബ് തൻ്റെ സ്നേഹിതർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ ആ സ്നേഹിതരായ എലീഫസ്, സോഫർ, ബിൽദാദ് എന്നിവരോട് ക്ഷമിക്കുകയും ചെയ്തു. ഇയ്യോബിൻ്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തി. മുമ്പുണ്ടായിരുന്നതിൻ്റെ ഇരട്ടിയും കൊടുത്തതായി ഇയ്യോബ് തന്നെ തൻ്റെ 42 അധ്യായത്തിൽ വെളിപ്പെടുത്തുന്നുണ്ട്. അതിനാൽ പ്രാർത്ഥന തന്നെ ഉത്തമം. പ്രാർത്ഥിക്കുന്നവർക്കും പ്രാർത്ഥന ആവശ്യപ്പെടുന്നവർക്കും അത് ഉത്തമമെന്ന് ബൈബിൾ സാക്ഷ്യപ്പെടുത്തുന്നു. തിങ്കളാഴ്ചത്തെ പാഠഭാഗത്തിലേക്ക് കടക്കുന്നു. ക്രിസ്ത്യാനികൾ ദൈവാനുകൂല്യത്താൽ സംരക്ഷിക്കപ്പെടുന്നു. തിങ്കളാഴ്ചത്തെ പാഠഭാഗം ആരംഭിക്കുന്നതും യെരുശലേമിനെ ആധാരമാക്കി തന്നെയാണ്. യെരുശലേമിൻ്റെ നാശത്തിലേക്ക് നയിച്ച സംഭവങ്ങൾ നാം മനസ്സിലാക്കിയല്ലോ. അവയിൽ ദൈവത്തിൻ്റെ കരുണയുണ്ടായിരുന്നു, കൃപയുണ്ടായിരുന്നു, കരുതലുണ്ടായിരുന്നു, മുന്നറിയിപ്പുണ്ടായിരുന്നു എന്നിവയൊക്കെ അതിലുണ്ടായിരുന്നുവെങ്കിലും യെരുശലേം അതൊന്നും കൈക്കൊണ്ടിരുന്നില്ല. റോമാ സൈന്യം നഗരം വളഞ്ഞു. എന്നാൽ അവർ പിൻവാങ്ങിയപ്പോൾ യഹൂദ സൈന്യം പിന്തുടരുകയും വലിയ വിജയം നേടുകയും ചെയ്തു. അതിനുശേഷം യെരുശലേമിലെ ക്രിസ്ത്യാനികൾ ജോർദാൻ നദിക്ക് അപ്പുറത്തുമുള്ള പെല്ലയിലേക്ക് പലായനം ചെയ്തു. വാഗ്ദത്തം ചെയ്യപ്പെട്ട അടയാളം കാത്തിരുന്ന ക്രിസ്ത്യാനികൾക്ക് അവിടെ നൽകപ്പെട്ടു. വാഗ്ദത്ത അടയാളം നൽകിയതും അവർ പലായനം ചെയ്തതുമെല്ലാം ദൈവത്തിൻ്റെ കരുതൽ പദ്ധതിയായിരുന്നു എന്ന് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. ഈ കരുതലിനെ കുറിച്ച് സങ്കീർത്തനത്തിന്റെ പുസ്തകം 46 അധ്യായം അതിൻ്റെ 1 പറയുന്നത്, ദൈവം നമ്മുടെ സങ്കേതവും ബലവും ആകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു എന്നാണ്. യെശയ്യാവിന്റെ പുസ്തകത്തിലും പറയുന്നു. 41 അധ്യായം അതിൻ്റെ 10 വാക്യം നമ്മുടെ മനപ്പാഠ വാക്യം ഇപ്രകാരം പറയുന്നു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഇപ്രകാരം
നമ്മളെ ദൈവം കരുതുന്ന, നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവമാണ് നമ്മോട് ഒപ്പമുള്ളത്. ദൈവം പരമാധികാരിയാണ്. ദൈവത്തിന് നമ്മെക്കുറിച്ച് ചില ദൈവിക പദ്ധതികളുണ്ട്. അവയുടെ പൂർത്തീകരണവും ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഇത്തരം ദൈവിക പദ്ധതികളുടെ പൂർത്തീകരണത്തിനായി ഭൂമിയിലെ ചില സംഭവങ്ങളെ അല്ലെങ്കിൽ വലിയ സംഭവങ്ങളെ അസാധുവാക്കി കാണുന്നു. തെരഞ്ഞെടുപ്പിൻ സ്വാതന്ത്ര്യം ദൈവം നമുക്ക് തന്നിരിക്കുന്നതിനാൽ മനുഷ്യ തെരഞ്ഞെടുപ്പുകളെ അടിസ്ഥാനമാക്കി അവൻ്റെ യഥാർത്ഥ പദ്ധതികളെ മാറ്റുന്നുവെങ്കിലും ഈ ഗ്രഹത്തെക്കുറിച്ചുള്ള, ഭൂമിയെക്കുറിച്ചുള്ള അവൻ്റെ ആത്യന്തിക പദ്ധതി പൂർത്തീകരിക്കപ്പെടുക തന്നെ ചെയ്യും. എന്തൊക്കെ സംഭവങ്ങൾ വന്നാലും, എന്തൊക്കെ കഷ്ടതകൾ വന്നാലും, എന്തൊക്കെ കഷ്ടതകൾ ദൈവജനം അനുഭവിക്കേണ്ടി വന്നെന്ന് പറഞ്ഞാലും അതിൻ്റെ എല്ലാം പരിണിത ഫലം എന്ന് പറയുന്നത് ദൈവ പദ്ധതിയുടെ ആത്യന്തികമായ പൂർത്തീകരണം ആയിരിക്കും. അതിനായി ക്രിസ്തുവിന് വേണ്ടി ദൈവജനം കഷ്ടത അനുഭവിക്കണം, പീഡനം സഹിക്കണം, തടവ്, മരണം എന്നിവയൊക്കെയും അനുഭവിക്കേണ്ടതായ സമയം ഇനിയും വന്നുകൊണ്ടിരിക്കുന്നു. പണ്ടുകാലത്ത് ഇത് ഉണ്ടായിരുന്നു, ഇപ്പോഴും അത് വന്നുകൊണ്ടേ ഇരിക്കുന്നു. ആ സമയങ്ങളിൽ പോലും ദൈവം തൻ്റെ സഭയെ പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക തന്നെ ചെയ്യുമെന്ന് മുൻപുള്ള അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈ കഷ്ടത വന്നാലും, ഈ മരണത്തിന് വരെ നാം ഏർപ്പെടേണ്ടി വന്നാലും, കീഴ്പ്പെടേണ്ടി വന്നാലും ദൈവം നമ്മളെ പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുമെന്ന് മുൻകാല അനുഭവങ്ങൾ ബൈബിളിൽ വെളിപ്പെടുത്തുന്നുണ്ട്. ഇനിയും അത് തുടർന്നും സംഭവിക്കുക തന്നെ ചെയ്യും. അപ്രകാരമുള്ള തിന്മകളുടെ ശക്തിയുമായുള്ള പോരാട്ടത്തെക്കുറിച്ച് എബ്രായരുടെ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 35 മുതൽ 38 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്ന ചുരുക്കഭാഗം ഞാൻ പറയാം. ചിലർ ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റു, മാറ്റം വന്നു. വേറെ ചിലർക്ക് പരിഹാസം, ചമ്മട്ടി, ചങ്ങല, തടവ് ഇവയാലുള്ള പരീക്ഷകളായിരുന്നു. വേറെ ചിലർക്ക് കല്ലേറായിരുന്നു. വേറെ ചിലർക്ക് ഈർച്ചവാളാൽ അറുക്കപ്പെട്ടു പോയി. വേറെ ചിലരാണെങ്കിൽ പരീക്ഷിക്കപ്പെട്ട് വാളാൽ കൊല്ലപ്പെട്ടു പോയി. ചിലർക്ക് ജടയാടുകളുടെയും കോലാടുകളുടെയും തോല് ധരിക്കേണ്ടി വന്നിട്ടുണ്ട്. ചിലർക്ക് ബുദ്ധിമുട്ടും ഉപദ്രവവും കഷ്ടവും സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. കാടുകളിലും മലകളിലും ഭൂമിയുടെ പിളർപ്പുകളിലും ഉഴന്ന് വലഞ്ഞു നടക്കേണ്ടി വന്നിട്ടുണ്ട്. ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. അതിനാൽ ദൈവജനത്തിന് ഒരുപാട് കഷ്ടതകളും പീഡനങ്ങളും മരണവും വരെ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. ഇത്രയും കഷ്ടതകൾ ദൈവജനം സഹിക്കുമ്പോഴും, സഹിക്കേണ്ടി വരുമ്പോഴും നമുക്ക് ആശങ്കപ്പെടേണ്ടതായ കാര്യമൊന്നുമില്ല. കാരണം വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ ഒരു വലിയ പ്രത്യാശ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു. അതിപ്രകാരമാണ്: നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട, നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവമുണ്ടാകും. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. ദൈവം നമുക്കോട് പറയുന്ന ഒരു ആശ്വാസ വാക്കാണിത്. ഇവിടെ സഹിപ്പാനുള്ളതോർത്ത് നാം പേടിക്കേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിശാചാണ് ഈ പ്രവർത്തനങ്ങളുടെ അല്ലെങ്കിൽ ഈ കഷ്ടതകളുടെ എല്ലാം പിറകിൽ ആരാണ്? പിശാചാണെന്ന് പറഞ്ഞിരിക്കുന്നു. പിന്നെ ആ പിശാചെ 10 ദിവസം തടവിലാക്കുമെന്ന് പറയുന്നുണ്ട്. ചിലരെ തടവിലാക്കുമെന്ന് പറയുന്നുണ്ട്. 10 ദിവസം കഷ്ടത അനുഭവിക്കേണ്ടിയോ അല്ലെങ്കിൽ ഉപദ്രവിക്കുമെന്ന് പറയുന്നുണ്ട്. അവിടെ പറയുന്ന മറ്റൊരു പ്രത്യാശയാണ്: നീ വിശ്വസ്തനായിരുന്നാൽ നിനക്ക് ജീവകിരീടം തരുമെന്നും പിതാവ് തൻ്റെ ജനത്തോട്, നമ്മളോട് പറയുകയാണ്. ദൈവത്തിൻ്റെ മക്കളോടുള്ള അല്ലെങ്കിൽ ഒരു പിതാവിന് തൻ്റെ മക്കളോടുള്ള സ്നേഹം, കരുതൽ, കരുണ, ദയ ഒക്കെ നമുക്ക് ഈ വാക്യത്തിൽ കാണുവാൻ കഴിയുന്നു. പേടിക്കേണ്ട എന്നിവിടെ പറയുന്നുണ്ട്. അതായത് നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട. ഈ പേടിക്കേണ്ട എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കരുതലാണ്, നമ്മളെ ഒരു ആശ്വസിപ്പിക്കലാണ്. നിങ്ങളിൽ ചിലരെ തടവിലാക്കും എന്നതൊരു മുന്നറിയിപ്പാണ്. അതിനുവേണ്ടി നാം എന്ത് ചെയ്യണം? മനസ്സുകൊണ്ട് നമ്മൾ തയ്യാറായിരിക്കണം. ആ ഒരു തടവ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും വന്നു ചേരാം. അതിനുവേണ്ടി നാം ഒന്ന് റെഡി ആയിരിക്കണം എന്നുള്ളൊരു മുന്നറിയിപ്പാണ്. 10 ദിവസം ഉപദ്രവം ഉണ്ടാകുമെന്നതൊരു ആശ്വസിപ്പിക്കലാണ്. ആ ഉപദ്രവം 10 ദിവസത്തേക്കിനെ ഉള്ളൂ എന്നതൊരു ആശ്വസിപ്പിക്കലാണ്. നീ വിശ്വസ്തനായിരുന്നാൽ നിനക്ക് ജീവകിരീടം തരുമെന്നത് പ്രത്യാശ വർദ്ധിപ്പിക്കുന്ന, ആ 10 ദിവസത്തെ ഉപദ്രവം നമുക്ക് സഹിപ്പാനുള്ള അല്ലെങ്കിൽ തടവ് സഹിപ്പാനുള്ള ഒരു പ്രത്യാശയാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. ജീവകിരീടം തരും എന്നുള്ളത്. ഈ വാക്യങ്ങൾക്ക് പിന്നിൽ ഒരു യാഥാർത്ഥ്യമുണ്ട്. നമ്മൾ ഈ കഷ്ടതയും ഉപദ്രവവും സഹിക്കേണ്ടി വന്നാലും നാം എന്ന സഭയെ അക്രമത്തിലൂടെ നശിപ്പിക്കാമെന്നുള്ള സാത്താൻ്റെ ആഗ്രഹത്തെ, ആ ശ്രമത്തെ വൃഥാവിലാക്കും എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് ഇതിനെല്ലാം
പിന്നിൽ ഉള്ളത്. സാത്താൻ്റെ ഈ പ്രവർത്തനങ്ങളെല്ലാം വൃഥാവാണ്. ഇതൊന്നും സാത്താൻ്റെ ആ ആഗ്രഹങ്ങളല്ല അവിടെ വിജയിക്കാനായിട്ട് പോകുന്നത്. ദൈവിക പദ്ധതി എന്താണോ അതിൻ്റെ ആത്യന്തികമായ പരിപൂർണതയായിരിക്കും ഇതിനെല്ലാം അവസാനമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ദൈവമക്കൾ ജീവൻ ത്യജിച്ചപ്പോഴും ഈ വൻ വിവാദം ഇവിടെ അവസാനിച്ചില്ല. ദൈവത്തിന്റെ വേലക്കാർ കൊല്ലപ്പെട്ടു എങ്കിലും ദൈവവേല അനുസ്യൂതം ക്രമാനുഗതമായി മുന്നോട്ട് പോകുക തന്നെ ചെയ്തു. ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ചൊവ്വാഴ്ചത്തെ പാഠഭാഗം പീഡനങ്ങൾക്കിടയിലും വിശ്വസ്തൻ. ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ ധാരാളം പേർ കഷ്ടത അനുഭവിച്ചു. ഭീഷണികൾ നേരിട്ടു, തടവനുഭവിച്ചു, പീഡനം അനുഭവിച്ചു, മരണം തന്നെ നേരിട്ടവരുണ്ട്. ധാരാളം വെല്ലുവിളികൾ ദൈവവേല ചെയ്യുന്നവർ നേരിട്ടിരുന്നതായി ബൈബിളും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. എങ്കിലും അവൻ പരിശുദ്ധാത്മാവിൽ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ ധൈര്യത്തോടെ പ്രസംഗിച്ചു. ഈ ദൈവവേലയിലായിരുന്ന ശിഷ്യന്മാർ ധാരാളം കഷ്ടതകൾ നേരിട്ടു എങ്കിലും പീഡനങ്ങൾ അനുഭവിച്ചു എങ്കിലും അവർ പരിശുദ്ധാത്മാവിനാൽ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ ധൈര്യത്തോടെയാണ് അവർ വീണ്ടും വീണ്ടും പ്രസംഗിച്ചിരുന്നത്. അവർ ധൈര്യത്തോടെ ക്രിസ്തുവിനെ പ്രസംഗിച്ചുകൊണ്ടേയിരുന്നു, സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടേയിരുന്നു. അപ്പോസ്തലപ്രവൃത്തികൾ 2:41 വാക്യത്തിൽ പറയുന്നു, അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. വീണ്ടും 4 വാക്യത്തിൽ പറയുന്നു, എന്നാൽ വചനം കേട്ടവരിൽ പലരും വിശ്വസിച്ചു. പുരുഷന്മാരുടെ എണ്ണം തന്നെ 5000-ഓളമായി. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസംഗിച്ചു. അപ്പോസ്തലപ്രവൃത്തികൾ 5:42 വാക്യത്തിൽ പറയുന്നു, പിന്നെ അവർ ദിനം പ്രതി ദേവാലയത്തിലും വീടുതോറും വിടാതെ ഉപദേശിക്കുകയും യേശുവിനെ ക്രിസ്തുവെന്ന് സുവിശേഷിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അപ്പം നാം ഈ വായിച്ചു കേട്ട വാക്യത്തിലെല്ലാം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ യേശുക്രിസ്തുവിന് വേണ്ടി സ്നാനമേറ്റ് ദൈവവചനം ധൈര്യത്തോടെ പ്രസംഗിച്ചവരെ കുറിച്ചാണ് നമ്മൾ ഇവിടെ കേട്ടത്. ഈ കഷ്ടതയൊക്കെ അനുഭവിച്ചു എങ്കിലും അവരൊക്കെയും വീണ്ടും വീണ്ടും 1000-ഓളം 5000-ഓളം പേർ, പുരുഷന്മാർ മാത്രം 5000-ഓളം പേർ, ആദ്യം 3000-ഓളം പേർ സ്നാനമേറ്റു, പിന്നെ പുരുഷന്മാർ മാത്രം 5000-ഓളം പേർ വന്നു എന്ന് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. വീണ്ടും അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ചുരുക്കമായി പറഞ്ഞു കേൾപ്പിക്കാം. യെരുശലേമിലെ സഭയ്ക്ക് ഉപദ്രവമുണ്ടായിട്ട് അപ്പോസ്തലന്മാർ ഒഴികെ എല്ലാവരും യഹൂദ്യ ശമര്യ ദേശങ്ങളിലേക്ക് ചിതറിപ്പോയി. അത് അവിടെ ആ വാക്യത്തിൽ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ചിതറിപ്പോയവർ എന്ത് ചെയ്തു? അവർ സഞ്ചരിച്ച വഴികളിലൊക്കെ സുവിശേഷം പ്രസംഗിച്ചു. ഈ സുവിശേഷം പ്രസംഗിച്ച ആ സമയത്ത് അത് കേൾക്കുവാനായി വന്നിരുന്നവർക്കെല്ലാം ഏകം മനസ്സായിരുന്നു. അപ്രകാരം വചനം കേട്ടവരിൽ രോഗമുള്ളവരുണ്ടായിരുന്നു, രോഗമില്ലാത്തവരുണ്ടായിരുന്നു, അശുദ്ധാത്മാക്കൾ ബാധിച്ചവരുണ്ടായിരുന്നു, മുടന്തരുണ്ടായിരുന്നു, അങ്ങനെ പലവിധ പ്രയാസത്താൽ കഷ്ടപ്പെടുന്നവരുണ്ടായിരുന്നു. അപ്പോൾ ഈ ചിതറിപ്പോയവർ സഞ്ചരിച്ച വഴികളിലൂടെ വചനം സംസാരിച്ച് വചനം അറിയിച്ച് സുവിശേഷം പ്രസംഗിച്ചു പോയപ്പോൾ ഈ സുവിശേഷം കേട്ടവരിൽ വചനം കേട്ടവരിൽ അശുദ്ധാത്മാക്കൾ ബാധിച്ച പലരിൽ നിന്നും അവ ഉറക്ക നിലവിളിച്ചുകൊണ്ട് പുറപ്പെട്ടു പോയി. അനേകം പക്ഷവാതക്കാരും മുടന്തരും സൗഖ്യം പ്രാപിച്ചു. പട്ടണത്തിൽ വളരെ സന്തോഷം ഉണ്ടായി. അപ്രകാരം ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ ശക്തിക്ക് മുന്നിൽ വിജാതീയമായ അന്ധവിശ്വാസങ്ങൾ അവിടെ തകർന്നു വീണു. അതിശക്തമായ പ്രതിബന്ധങ്ങളെ അതിജീവിച്ച് സുവിശേഷം അവിടെ വിജയിച്ചതായിട്ട് നമുക്ക് കാണുന്നു. യേശു തൻ്റെ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ സാക്ഷീകരിച്ച പ്രസംഗിച്ച ശിഷ്യന്മാർക്ക് ജീവിക്കുവാൻ യേശു ഒരു പുതിയ കാഴ്ചപ്പാടും നൽകി, വാഗ്ദത്തവും നൽകി, ഒപ്പം ഒരു നിയോഗം അല്ലെങ്കിൽ ഒരു ദൗത്യവും നൽകിയ ദൗത്യം ഇതായിരുന്നു. ആ ദൗത്യം നമുക്കും കൂടി ഉള്ളതാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയയിലെ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികൾ ആകും എന്ന് പറഞ്ഞു. ഈ ഉത്തരവാദിത്തം ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്ന ഏവർക്കും ഉള്ളതാണ് എന്ന് ഞാൻ കർത്തനാമത്തിൽ ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ. സുവിശേഷം ഭൂമിയുടെ ഏറ്റവും വിദൂര കോണുകളിൽ പോലും തുളച്ചു കയറി എന്ന് കൊലോസ്യർ സാക്ഷ്യപ്പെടുത്തുന്നു. AD 110 അതായത് ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിന് 80 വർഷങ്ങൾക്ക് ശേഷവും നാം മുമ്പേ പഠിച്ചതായ കഷ്ടത ദൈവജനം നേരിട്ടു. പ്ലീനി എന്ന ചക്രവർത്തിയുടെ പ്രസ്താവന പ്രകാരം ക്രിസ്ത്യാനികളെ കണ്ടെത്തി വധിച്ചിരുന്നു. എല്ലാ പ്രായത്തിലുമുള്ള നിരവധി പേരെ, പുരുഷ സ്ത്രീ ഭേദമന്യേ, കുഞ്ഞുങ്ങളെന്നോ ഒന്നുമില്ലാതെ, വൃദ്ധരെന്നോ ഒന്നുമില്ലാതെ അവരെ ആരോപണ വിധേയരാക്കിയിട്ട് കഷ്ടപ്പെടുത്തിയിരുന്നു. എന്നിരുന്നാലും
ആ ജനങ്ങളെല്ലാം പ്രതിനിധീകരിച്ചിരുന്ന ക്രിസ്ത്യൻ സഭ അതിവേഗം വളർന്നു വന്നു. ആദ്യകാല സഭകളിലുള്ളവർ പിശാചിന്റെ ദുഷ്ടത അനുഭവിച്ചിരുന്നുവെങ്കിലും അതിനെ പിന്തുടർന്നു വന്നവർ, ആ സഭയിലെ വിശ്വസ്തരെ പിന്തുടർന്നു വന്നവർ തങ്ങളറിഞ്ഞ സത്യത്തെ മുറുകെ പിടിച്ച് ക്രിസ്തുവിനെ സാക്ഷീകരിച്ചു വന്നു. ഇത് അന്ത്യകാലമായതിനാൽ അന്നത്തെ മുൻകാല സഭകളുടെ സത്യമറിഞ്ഞ തലമുറകളായി നാം ഇന്നും ജീവിക്കുന്നു. നാം ഇന്നും ക്രിസ്തുവിനെ സാക്ഷീകരിക്കേണ്ടതിൻ്റെ ആവശ്യകതയും നമ്മുടെ സഭ മുന്നോട്ട് വളർന്നു പോകേണ്ടത് ആണ്. നാം അവരെ സാക്ഷീകരിക്കുക മാത്രമല്ല, ക്രിസ്തുവ് ജീവിച്ചതുപോലെ മാതൃകയാക്കി നാം ജീവിക്കുകയും വേണം. ബുധനാഴ്ചത്തെ പാഠഭാഗം കരുതൽ സമൂഹത്തിന് വേണ്ടി. ആദിമ ക്രിസ്ത്യൻ സഭ വളർന്നത് അതിലെ അംഗങ്ങൾ സുവിശേഷം പ്രസംഗിച്ചതുകൊണ്ട് മാത്രമല്ല. സുവിശേഷം പ്രസംഗിച്ചാൽ മാത്രം ഒരു സഭ വളരുകയില്ല, മറിച്ച് അവർ സുവിശേഷത്തിൽ ജീവിച്ചതുകൊണ്ട് കൂടിയാണ് ആ ക്രിസ്ത്യൻ സഭ വളർന്ന് വന്നത്. വിശ്വാസികൾ ദൈവത്തിൻ്റെ സുവിശേഷം മാതൃകയാക്കി. അവരെന്തായിരുന്നോ കർത്താവിനെ കുറിച്ച് സുവിശേഷിച്ചത് അത് അവർ ജീവിച്ചും കൂടി കാണിച്ചപ്പോൾ ക്രിസ്തീയ സഭ വളരെ വേഗത്തിൽ വളർന്നു വന്നു. ആളുകളോട് യേശുവിന് ആഴമായ കരുതലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കർത്താവായ യേശുക്രിസ്തു തൻ്റെ ദൈവിക വേല ചെയ്തുകൊണ്ടിരുന്നപ്പോഴും ജനങ്ങളിൽ പ്രയാസമുള്ളവരെ, സൗഖ്യം ആവശ്യമുള്ളവരെ, ആവശ്യമുള്ളവരെ ആശ്വസിപ്പിക്കുകയും രോഗബാധിതരെ സൗഖ്യമാക്കുകയും ഒക്കെ ചെയ്തിരുന്നത്. അത് യേശുവിന് ജനങ്ങളോടുള്ള ആഴമായ കരുതൽ അല്ലെങ്കിൽ ആഴമായ സ്നേഹം കൊണ്ടായിരുന്നു. ജനത്തിലുള്ള സകല ദീനത്തെയും വ്യാധിയെയും സൗഖ്യമാക്കിയതും ആ സ്നേഹം കൊണ്ട് മാത്രമാണ്. ക്രിസ്തുവിൻ്റെ സഭ ഭൂമിയിൽ ദൈവത്തിൻ്റെ ശരീരമാകുന്നു. അതിലെ വിശ്വാസികൾ ക്രിസ്തുവിൻ്റെ അനുകമ്പയുടെ ജീവിക്കുന്ന ഉദാഹരണങ്ങളായിരുന്നു. അപ്പോൾ ആദ്യകാല സഭകളിൽ ജീവിച്ചിരുന്ന വിശ്വാസികൾ ക്രിസ്തുവിൻ്റെ സുവിശേഷം ജീവിച്ചും കൂടി കാണിച്ചപ്പോൾ അവരെന്തായിട്ട് മാറി? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അനുകമ്പയുടെ ഉദാഹരണങ്ങളായിട്ട് മാറി. അപ്രകാരം സുവിശേഷം പ്രസംഗിച്ചും മാതൃകയാക്കിയും ഉദാഹരണമായി ജീവിച്ചും സഭ സമൂഹത്തിൽ ഉയർന്നു വന്നു. സമൂഹത്തെയും അത് കരുതുവാൻ തുടങ്ങി. സമൂഹത്തിലുള്ള രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, രോഗികളുടെ ആശ്വാസത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അവർക്ക് സഹായഹസ്തവുമായിട്ട് അവർക്ക് ഓടിയെത്തി ആവശ്യമുള്ള സമയങ്ങളിൽ സഹായിക്കുവാൻ അവർ മറന്നിരുന്നില്ല. അപ്രകാരം സഭ ആ സമൂഹത്തിൽ വളർന്നു വന്നു. മനുഷ്യരാശിയിലുള്ള ദൈവത്തിൻ്റെ പ്രതിച്ഛായയെ നശിപ്പിക്കുവാനാണ് പിശാച് ആഗ്രഹിക്കുന്നത്. എന്നാൽ സുവിശേഷത്തിൻ്റെ ഉദ്ദേശ്യമോ മനുഷ്യത്വത്തിൽ ദൈവത്തിൻ്റെ പ്രതിച്ഛായയെ പുനഃസ്ഥാപിക്കുക. സാത്താൻ തൻ്റെ ദുഷ്ടത കൊണ്ട്, തന്റെ പ്രവർത്തികൾ കൊണ്ട് എന്താണ് ദൈവത്തിൻ്റെ പ്രതിച്ഛായ ഇന്ന് മനുഷ്യരുടെ ഇടയിലുള്ള മനുഷ്യത്വത്തിലുള്ള ദൈവത്തിൻ്റെ പ്രതിച്ഛായയെ ഇന്ന് നശിപ്പിച്ചുകൊണ്ടിരിക്കുക. ഈ നശിപ്പിച്ച ദൈവത്തിൻ്റെ പ്രതിച്ഛായയെ മനുഷ്യത്തിൽ അത് പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ് സുവിശേഷത്തിൻ്റെ ഉദ്ദേശം. ഈ പുനഃസ്ഥാപനത്തിൽ ശാരീരികവും മാനസികവും ആത്മീകവും വൈകാരികവുമായ രോഗശാന്തിയും ഉൾപ്പെടുന്നുണ്ട്. അതായത് ശാരീരികമായ ആരോഗ്യമുള്ളവരായിരിക്കണം, മാനസികമായി ഉണർവുള്ളവരായിരിക്കണം, വൈകാരികമായി സ്ഥിരതയുള്ളവരായിരിക്കണം, ആത്മീയമായി പൂർണ്ണതയുള്ളവരായിരിക്കാനും ആണ് കർത്താവായ യേശുക്രിസ്തു നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഒരിക്കൽ കൂടി പറയാം, സുവിശേഷത്തിൻ്റെ ഉദ്ദേശ്യമെന്ന് പറയുന്നത് മനുഷ്യത്വത്തിൽ ദൈവത്തിൻ്റെ പ്രതിച്ഛായയെ പുനഃസ്ഥാപിക്കുക എന്നതാണ്. സാത്താൻ തൻ്റെ പ്രവർത്തികളിലൂടെ നശിപ്പിച്ചു കളഞ്ഞിരിക്കുന്ന ആ പ്രതിച്ഛായയെ, ദൈവത്തിൻ്റെ പ്രതിച്ഛായയെ മനുഷ്യത്വത്തിൽ അല്ലെങ്കിൽ മനുഷ്യരുടെ ഇടയിൽ പുനഃസ്ഥാപിക്കുക എന്നതാണ് നാം അറിയിക്കുന്ന സുവിശേഷത്തിൻ്റെ എല്ലാം ഉദ്ദേശ്യമെന്ന് പറയുന്നത്. ഈ സുവിശേഷത്തിൻ്റെ ഉദ്ദേശ്യത്തിൽ മാനസികവും വൈകാരികവും ആത്മീകവും ശാരീരികവുമായ ഒരു രോഗശാന്തി കൂടി വേണം. അതായത് കർത്താവിനെ ആരാധിക്കുന്നവർ, കർത്താവിനെ വിശ്വസിക്കുന്നവർ, കർത്താവിൻ്റെ സുവിശേഷ വേല ചെയ്യുന്നവർ ആത്മീയമായി പൂർണ്ണതയുള്ളവരായിരിക്കണം, വൈകാരികമായി സ്ഥിരതയുള്ളവരായിരിക്കണം, മാനസികമായി ഉണർവുള്ളവരായിരിക്കണം, ശാരീരികമായി ആരോഗ്യമുള്ളവരും ആയിരിക്കണം. നമുക്ക് ക്രിസ്തുവിൽ ആത്മീയരായിരിക്കുവാൻ, പൂർണ്ണരായിരിക്കുവാൻ കഴിയുമോ? നമുക്ക് നോക്കാം. ഈ ലോകം നേരിടാനിരിക്കുന്ന പ്രതിസന്ധികളെക്കുറിച്ച് നാം ആദ്യം പറഞ്ഞുവല്ലോ. ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിന് മുൻപ് ഭൂമിയിലെ വിനാശകരമായ അവസ്ഥകളെ മുൻകൂട്ടി ദൈവം അറിയിച്ചതായിരുന്നുവല്ലോ എല്ലാം. ദൈവം നമ്മളെ അവൻ്റെ സൗഖ്യമാക്കുന്ന കൃപാകടാക്ഷം കൊണ്ട് സ്പർശിക്കും. അപ്പം നാം ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തിൻ്റെ സുവിശേഷ വേലകൾ നാം ചെയ്തുകൊണ്ട്, ദൈവത്തോട് നാം ക്ഷമ യാചിച്ചുകൊണ്ട് നാം
ഓരോ ദിവസവും മനസ്സ് പുതുക്കി മാനസാന്തരപ്പെട്ടുകൊണ്ട് നാം ദൈവത്തിൻ്റെ കൃപാ കടാക്ഷത്തിന് വേണ്ടി നാം യാചിക്കുമ്പോൾ, ദൈവം നമ്മളെ ആ കൃപാ കടാക്ഷം കൊണ്ട് നമ്മൾ സ്പർശിക്കുമ്പോൾ നാം എന്ത് ചെയ്യണം? മറ്റുള്ളവരെ ആ സ്നേഹത്താൽ, ആ കൃപാ കടാക്ഷത്താൽ നാമും സ്പർശിക്കണം. ദൈവം നമുക്ക് തന്നിരിക്കുന്ന അതേ കൃപാ കടാക്ഷം നാം മറ്റുള്ളവരോടും കാണിക്കേണ്ടതാണ്. ദൈവം നമ്മളെ സ്നേഹിക്കുന്ന അതേ സ്നേഹം അതേ അളവിൽ നാം മറ്റുള്ളവർക്കും കൊടുക്കേണ്ടതാണ്. അപ്രകാരം ക്രിസ്തുവിൻ്റെ സ്പർശനത്താൽ സ്പർശിക്കുവാൻ നാമും, മറ്റുള്ളവരെ സ്പർശിക്കുവാൻ നാമും ആഗ്രഹിക്കുന്നു. അതിലൂടെ നാമും ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ മറ്റുള്ളവരെ തൊടുവാനുള്ള അംബാസിഡർമാരായി യേശു നമുക്ക് ആ ഒരു അംബാസിഡർ, ക്രിസ്തുവിൻ്റെ അംബാസിഡർ എന്ന ഒരു പദവി ക്രിസ്തു നമുക്ക് തരുന്നു. അതിനായി യേശു നമ്മെ പ്രാപ്തരാക്കുന്നു. അന്യോന്യമുള്ള സ്നേഹവും മനുഷ്യവർഗത്തോടുള്ള നമ്മുടെ സ്നേഹവും നമ്മുടെ മുഖമുദ്രയായി തീരണമെന്നാണ് കർത്താവായ യേശു ക്രിസ്തു നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്രകാരം നാം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം എന്ന മുഖമുദ്രയുള്ളവരായി ജീവിക്കണം. മറ്റുള്ളവരെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ തന്നെ നാം മറ്റുള്ളവരെ കാണുവാനും സ്നേഹിക്കുവാനും ആ ഒരു സ്നേഹത്തോടു കൂടി തന്നെ അവരിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനുമാണ് ഈ പാഠഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്. വ്യാഴാഴ്ചത്തെ പാഠഭാഗം സ്നേഹത്തിൻ്റെ ഒരു പൈതൃകം. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 35-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: നിങ്ങൾക്ക് തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ എന്ന് എല്ലാവരും അറിയും. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരാകുവാനായിട്ട് വേണ്ട ഒരു യോഗ്യത എന്താണ്? തമ്മിൽ സ്നേഹമുള്ളവരായിരിക്കണം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹം തന്നെ നമ്മൾ എല്ലാവരിലും ഉണ്ടായിരിക്കണം. 1 യോഹന്നാന്റെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ പറയുന്നു: ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെയും സ്നേഹിക്കണം എന്നീ കൽപ്പന നമുക്ക് അവങ്കൽ നിന്ന് ലഭിച്ചിരിക്കുന്നു. അപ്പം നാം ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ നാം നമ്മുടെ സഹോദരനെയും സ്നേഹിക്കണമെന്നാണ് നമ്മെ ഇത് പഠിപ്പിക്കുന്നത്. ആദ്യത്തെ ഏതാനും നൂറ്റാണ്ടുകളിൽ ക്രിസ്ത്യൻ സമൂഹങ്ങളുടെ ആദർശം സ്നേഹമായിരുന്നു. ആദ്യകാല സഭകളെക്കുറിച്ച് അല്ലെങ്കിൽ ആദ്യകാലത്തെ ക്രിസ്തീയ അനുഭവത്തെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ AD 160 കാലഘട്ടത്തിലും AD 260 കാലഘട്ടത്തിലും വിനാശകരമായ 2 മഹാമാരികൾ ബാധിച്ചു. ലോകത്തിൽ 2 മഹാമാരികൾ വന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ ഈ കൊറോണ കാലത്ത് നാം എപ്രകാരമായിരുന്നു മറ്റുള്ളവർ പരസ്പരം എങ്ങനെ കരുതിയിരുന്നു എന്നുള്ളത് നമുക്ക് ഉദാഹരണമായി നമ്മുടെ മുമ്പിൽ നിൽപ്പുണ്ട്. എങ്കിലും പണ്ട് കാലത്ത് ആദിമ നൂറ്റാണ്ടിൽ ഇതേപോലെ 2 മഹാമാരികൾ ഈ ലോകത്തിൽ വന്ന് ബാധിച്ചു. അപ്പോൾ ദൈവസ്നേഹത്തിൻ്റെ വെളിപ്പെടലുകൾ അവിടെ പ്രകടമായി. ക്രിസ്ത്യാനികൾ മുൻപോട്ട് വന്ന് രോഗികളായവരെയും മരിക്കുന്നവരെയും ഒക്കെ ശുശ്രൂഷിച്ചു. ഈ മഹാമാരി പിടിപെട്ട് രോഗികളായവരെ ശുശ്രൂഷിച്ചു. തങ്ങളുടെ സ്വന്തം ജീവൻ അതിന് വില കൊടുക്കാതെ മറ്റുള്ളവരെ കൂടി എൻ്റെ കൂടെ വേണം, അവരും ജീവിക്കണം, അല്ലെങ്കിൽ അവരും സൗഖ്യമാകണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി തങ്ങളുടെ ജീവൻ പോലും കണക്കിലെടുക്കാതെ എന്ത് ചെയ്തു? അവരെ ശുശ്രൂഷിക്കുവാനും മരിച്ചുകൊണ്ടിരിക്കുന്നവരെ പോലും ശുശ്രൂഷിക്കുവാൻ അവരെ മുന്നോട്ട് ഇറങ്ങിച്ചെന്നു. ക്രിസ്ത്യാനികളുടെ നിസ്വാർത്ഥപൂർണമായ ത്യാഗപൂർണമായ കരുതലും സ്നേഹനിർഭരമായ ശുശ്രൂഷയും ജനങ്ങളുടെ ഇടയിൽ വലിയ സ്വാധീനം ചെലുത്തി. ഈ കാലത്തിൽ റോമാ സാമ്രാജ്യത്തിലെ ലക്ഷക്കണക്കിന് ആളുകൾ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചു. അപ്പോൾ ഈ കരുതൽ പൂർണമായ, ഈ ത്യാഗപൂർണമായ ശുശ്രൂഷ ചെയ്തതിൽ കൂടുതലും ആൾക്കാർ ആരായിരുന്നു? ക്രിസ്തുവിനെ പ്രസംഗിച്ചവർ, ക്രിസ്ത്യാനികളായിരുന്നു. ക്രിസ്തുവിനെ സുവിശേഷിച്ചവർ, ക്രിസ്തുവിൻ്റെ സുവിശേഷം ജീവിതമാക്കിയവരായിരുന്നു, ജീവിതത്തിൽ മാതൃകയാക്കിയവരായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മഹാമാരിയുടെ സമയത്ത് അവരെ പരിചരിച്ചപ്പോൾ, അവരെ ശുശ്രൂഷിച്ചപ്പോൾ അവരിലുണ്ടായ സ്വാധീനം, ആ സ്നേഹത്തിൽ അവരെന്ത് ചെയ്തു? യേശുക്രിസ്തുവിനെ ഇവരെ സ്വീകരിച്ചു, യേശുക്രിസ്തുവിൽ വിശ്വസിച്ചു. രോഗത്തിന് അടിമപ്പെട്ടവരോടും മരണപ്പെട്ടവരോടുമുള്ള സ്നേഹം, സംഘടിതമായ പരിചരണം, നിസ്വാർത്ഥമായ കരുതലൊക്കെ ഈ വിശ്വാസികൾക്ക് ആ രോഗികളോടും രോഗം ബാധിച്ചവരോടും മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നവരോടും ആ ലോക ജനതയോടും മൊത്തം തോന്നി. അങ്ങനെ ആ വിശ്വാസികളിലുള്ള ആ സ്വാധീനം എന്ത് ചെയ്തു? ആ വിശ്വാസികൾ ആരാധിക്കുന്ന ക്രിസ്തുവിനോടും അവർക്ക് തോന്നി. അപ്രകാരം ആ ജനങ്ങൾ എന്ത് ചെയ്തു? ക്രിസ്തുവിനോട് ഒരു ആരാധന അവിടെ സൃഷ്ടിച്ചു. ഈ വിശ്വാസികൾ പ്രതിനിധാനം ചെയ്യുന്ന ക്രിസ്തുവിനോട് ഒരു ആരാധന അവർക്ക് ഉണ്ടായി. നമ്മുടെ സമയത്തെ സ്വയത്തെ നാം ഉപേക്ഷിക്കുക, നമ്മുടെ സമയത്തെ നാം വിനിയോഗിക്കുക. എനിക്ക് എന്നോ എൻ്റേതെന്നോ ചിന്തിക്കാതെ മറ്റുള്ളവർക്ക് സംഭവിക്കുന്നത് നാളെ നമുക്കും വരാം എന്ന് ചിന്തിക്കുക.
എന്നെപ്പോലെ തന്നെ മറ്റുള്ളവനും എന്ന് തന്നെ ചിന്തിക്കുക. സഹോദരന്മാർക്ക് വരുന്നത് എനിക്കെന്ന് ചിന്തിച്ച അവരെ കൂടി കരുതുക എന്നുള്ള ഒരു വലിയ സന്ദേശമാണ് വ്യാഴാഴ്ചത്തെ പാഠഭാഗം നമുക്ക് നൽകുന്നത്. വെള്ളിയാഴ്ചത്തെ പാഠഭാഗത്തിൽ പറയുന്നത് സുവിശേഷം പ്രചരിച്ചു, അതിൻ്റെ അനുയായികളുടെ എണ്ണം വർദ്ധിച്ചു. ഒരു ക്രിസ്ത്യാനി ഇപ്രകാരം പറയുന്നു: പീഡനം അഴിച്ചുവിടുന്ന വിജാതീയ ഭരണാധികാരികളെ ബോധ്യപ്പെടുത്തുന്നു, നിങ്ങൾക്ക് ഞങ്ങളെ കൊല്ലാം, പീഡിപ്പിക്കാം, അപലപിക്കാം. നിങ്ങളുടെ അനീതിയാണ് ഞങ്ങൾ നിരപരാധികളാണെന്നതിൻ്റെ തെളിവ്. നിങ്ങളുടെ ക്രൂരത നിങ്ങളെ സഹായിക്കുകയില്ല. മറ്റുള്ളവരെ അവരുടെ പ്രേരണയിലേക്ക് കൊണ്ടുവരാനുള്ള ക്ഷണം വളരെ ശക്തമായിരുന്നു. എത്ര തവണ ഞങ്ങളെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്നു, അത്രയധികം ഞങ്ങൾ വളരുന്നു. അപ്പോൾ ക്രിസ്ത്യാനികളെ അല്ലെങ്കിൽ ദൈവവചനം പറയുന്നവരെ, ദൈവത്തിൻ്റെ സുവിശേഷം അറിയിക്കുന്നവരെ എത്രത്തോളം മറ്റുള്ളവർ പീഡിപ്പിക്കുന്നുവോ, എത്രത്തോളം കഷ്ടപ്പെടുന്നുവോ, അത്രത്തോളം ശക്തിയായി യേശുക്രിസ്തുവിൽ അവർ വളരുകയാണ് ചെയ്യുന്നത് എന്നാണ് വെള്ളിയാഴ്ചത്തെ പാഠഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്. ആയതിനാൽ പ്രിയ ദൈവമക്കളെ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലായിരിക്കാനും ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിൻ്റെ സുവിശേഷം പ്രസംഗിപ്പാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി മറ്റുള്ളവർക്ക് മാതൃകയായിരിക്കാനും ദൈവം നമ്മളെ സഹായിക്കട്ടെ. സ്നേഹത്തിൽ അധിഷ്ഠിതമായി ദൈവസ്നേഹത്തിൽ നമുക്ക് സഹോദരന്മാരെ സ്നേഹിപ്പാനും മറ്റുള്ളവരെ കരുതുവാനും നമുക്ക് സഹായിക്കട്ടെ. ദൈവം നമ്മളെ സഹായിക്കട്ടെ. അപ്രകാരം തകർന്ന ഹൃദയമുള്ള രക്ഷകൻ, കണ്ണു തുളുമ്പി കരഞ്ഞ ആ രക്ഷകൻ്റെ സ്നേഹത്തിലുള്ള ആ വിളി നമുക്ക് കൈക്കൊള്ളാം. ക്രിസ്തുവിനായി നമുക്ക് ജീവിക്കുവാനായി നമുക്ക് വീണ്ടും തീരുമാനമെടുക്കാം. ഓരോ ദിവസവും നമ്മുടെ മനസ്സ് പുതുക്കി മാനസാന്തരപ്പെട്ടുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി നമുക്ക് ജീവിക്കാം. അതിനായി ദൈവം എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി പാഠഭാഗത്തിൽ നിന്നും വിരമിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കണ്ണുകൾ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അടിയങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, ഹല്ലേലൂയ, സ്തോത്രം. നല്ല സമയത്തിനായി അടിയങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്ന പശ, നല്ലൊരു പാഠപഠനം അടിയങ്ങൾക്ക് തന്നതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു നാഥ. ഹല്ലേലൂയ. അടിയങ്ങളോട് കൂടി അവിടുത്തെ സാന്നിധ്യം ഉണ്ടായിരുന്നതിനാൽ നന്ദിയോടെ സ്തുതിക്കുന്നു നാഥ. അങ്ങയുടെ സുവിശേഷം പ്രസംഗിച്ചും അങ്ങയുടെ സുവിശേഷം ജീവിതത്തിൽ മാതൃകയാക്കിയും ജീവിപ്പാൻ തക്കവണ്ണം അടിയങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച, സമൂഹത്തെ കരുതുവാനും സഹോദരനെ സ്നേഹിപ്പാനും അങ്ങയുടെ സ്നേഹം തന്നെ സഹോദരനെ സ്നേഹിക്കുവാനും കർത്താവെ അടിയങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച, സ്തോത്രം. അടിയങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും ഒന്നും കർത്താവെ അടിയങ്ങളുടെ അനുഗ്രഹത്തിന്റെ തടസ്സമാകരുതെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച, സ്തോത്രം. അടിയങ്ങളെ പാഠം കേട്ട എല്ലാ ദൈവമക്കളെയും കരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്ന പച്ച, സ്തോത്രം. ഹല്ലേലൂയ. അവിടുത്തെ സാന്നിധ്യം അവരോട് കൂടെ ഇരുന്നതിനാൽ നന്ദിയോടെ സ്തുതിക്കുന്ന പച്ച, സ്തോത്രം. ഈ പാഠം വലിയൊരു അനുഗ്രഹമായി തീർന്ന് അടിയങ്ങളുടെ ജീവിതത്തിൽ അതൊരു മുതൽക്കൂട്ടായി തീരുവാൻ അവിടുന്ന് സഹായിക്കണമെന്ന് യാചിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മയെ യാചിക്കുമ്പോൾ കൃപയോടെ കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമേൻ. you